നമുക്കിന്ന് പോട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ സാധാരണ നമുക്ക് കിട്ടാൻ എളുപ്പമുള്ളതാണ് ന്യൂസ് പേപ്പർ. പിന്നെ നമുക്ക് വേറൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ടിന് നമ്മളൊന്നും ചെയ്യണ്ട, ഡിസ്റ്റംബർ അടിക്കേണ്ട സാധനങ്ങളൊന്നും എടുക്കേണ്ട. അതുപോലെ തന്നെ സാധാരണ പോട്ട് തന്നെയാണ്, മണ്ണിൻ്റെ പോട്ട്. ഇതിൽ നമുക്ക് നേരിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടത് ന്യൂസ് പേപ്പർ തന്നെയാണ്. ന്യൂസ് പേപ്പർ നമുക്ക് വെറുതെ ഇങ്ങനെ ഒരു കീറി എടുത്താൽ മതി, കട്ട് ചെയ്തൊന്നും എടുക്കണ്ട. ഇപ്പോൾ പോട്ടിൻ്റെ സൈസൊക്കെ അനുസരിച്ച് ഏകദേശം സെയിം അതേ വലുപ്പത്തിന് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇങ്ങനെ കീറി എടുത്തതേ ഉള്ളൂ. പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെവിക്കോളാണ് മെയിനായിട്ട് വേണ്ടത്. ഫെവിക്കോൾ എടുത്തിട്ട്, പേപ്പർ ആയതുകൊണ്ട് ഫെവിക്കോൾ പെട്ടെന്ന് ഒട്ടും. ഫെവിക്കോൾ നമ്മൾ ആവശ്യത്തിനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടിട്ട് ബ്രഷും കൊണ്ട് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നിടത്ത് നന്നായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. നമുക്ക് ഇങ്ങോട്ട് മുകളിലേക്കും ഇതിൻ്റെ മുഴുവനും മുകളിൽ നിന്ന് തുടങ്ങി നമ്മളിങ്ങനെ ഫെവിക്കോൾ കൊടുക്കും. താഴെ വരെ നമുക്ക് കുറച്ച് ഏരിയ കൊടുക്കാം, കാരണം അത്ര പെട്ടെന്നൊന്നും ഉണങ്ങി പോകില്ല. നമുക്ക് ഇത്രയും കൊടുക്കാം. എന്നിട്ട് പേപ്പർ ഒട്ടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ ഒന്ന് പതുക്കെ ചുരുക്കി എടുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ മടക്കി അകത്തേക്ക് മടക്കിയിട്ട് തന്നെ എടുക്കണം. മടക്കിയിട്ട് എടുത്തിട്ട് പതുക്കെ നമുക്ക് ചുരുക്കി ഇവിടെ ഒരു കർവുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പതുക്കെ അങ്ങനെ ചുരുക്കി വെച്ചിട്ട് വേണം താഴത്തേക്ക് പോകാൻ. അവിടെ ചുരുക്കി വെച്ചു. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തന്നെ വയ്ക്കണം. ഫോൾഡ് ചെയ്യണത് വലിയ ഭംഗിക്കൊന്നും ഫോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ അടിയിൽ വരെ നമ്മൾ ഇവിടെ വരെ പശ വെച്ചിട്ടുണ്ട്, അവിടെ വരെ ഒട്ടിച്ചു കൊടുക്കുക. ബാക്കി വരുന്ന ഭാഗം നമുക്ക് ഇത് ഉണങ്ങി കഴിഞ്ഞ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഏത് അടിയിലേക്ക് ഒട്ടിച്ച് വെക്കണമെങ്കിൽ വെക്കാൻ, എങ്ങനെയായാലും കുഴപ്പമില്ല. ഇപ്പോൾ അത്രയും ഭാഗം ഒട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഒട്ടിപ്പോക്കണം, കാരണം നമ്മൾക്ക് ഒന്നാമതെ പോട്ടിലേക്ക് നമ്മളൊന്നും ഡിസ്റ്റംബറൊന്നും അടിക്കാത്തതുകൊണ്ട് പോട്ടിലേക്ക് നേരിട്ട് എന്ത് ഒട്ടിച്ചാലും പെട്ടെന്ന് ഒട്ടും. കാരണം ഡിസ്റ്റംബറൊക്കെ ഒട്ടിച്ച് സ്മൂത്താക്കി കഴിയുമ്പോഴാണ് സാധാരണ പോട്ടിൽ എന്തെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ ഒന്നും ചെയ്യാത്തതുകൊണ്ട് അപ്പം തന്നെ അത് നമുക്ക് ഡ്രൈ ആയി കിട്ടും. പെയിൻ്റൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇങ്ങനെ അങ്ങോട്ട് ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കതിനെ വർക്ക് ചെയ്തുകൊണ്ട് പോകാം. നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്തൊന്നും നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉള്ളിൽ നിന്നോട്ട് കൊടുത്ത് ഇങ്ങനെ കൊണ്ടുവരും. ആദ്യം ഒന്ന് പതുക്കെ ചുരുക്കിക്കൊണ്ടിട്ട് ഉള്ളിൽ ഇങ്ങനെ വെച്ച് ഇതിനോട് യോജിപ്പിച്ച് തന്നെ നമുക്കിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കൊണ്ടുവരാം. ഈ കൈ കൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന പോലെ ചുരുക്കി എടുക്കാൻ. ഒട്ടും ഇങ്ങനെ പരന്നിരിക്കേണ്ട, ഫ്ലാറ്റായിട്ട് വരിക വേണ്ട, നമുക്ക് ചുരുക്കി തന്നെ കൊടുക്കാം. ഇനിയിപ്പോൾ ഇവിടെ ശകലം ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഗ്യാപ്പിലേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം പേപ്പർ എടുത്തിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ചരിച്ചൊന്നും ഒട്ടിക്കേണ്ട, കാരണം ചരിച്ച് ഒട്ടിച്ച് വരുമ്പോൾ പേപ്പർ ഇങ്ങനെ ചരിഞ്ഞ് ഒട്ടിയായിട്ട് നമുക്ക് അത് മനസ്സിലാവും, അങ്ങനെ ചരിഞ്ഞ് ഒട്ടിയേക്കുന്നതിന്. അപ്പോൾ അത് വേണ്ട, നമ്മൾ എടുക്കുന്ന പീസുകൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ച് പോവുക. എന്നിട്ട് ഗ്യാപ്പ് വരുമ്പോൾ വെച്ചാൽ ഈ പോട്ടായതുകൊണ്ട് ഇങ്ങനെ കർവ് ഷേപ്പ് ആയിരിക്കുമല്ലോ, അപ്പോൾ ഗ്യാപ്പ് വരും. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാലേക്ക് നമുക്ക് വീണ്ടും വേറെ പേപ്പർ എടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഗ്യാപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട് അന്നേരം പേപ്പറിന് നമ്മൾ ചരിക്കരുത്, ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇത്രയും വൃത്തിയായിട്ട് ഒട്ടിയിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. നമ്മളിതിങ്ങനെ കാണുന്ന പോലെ തന്നെ എളുപ്പമാണ്. നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചൊട്ടിച്ച് നമുക്ക് പോകാൻ പറ്റും. ഇത്രയും വെച്ചാൽ പെട്ടെന്ന് ഒട്ടി പോകുന്നുണ്ട്. ഇത്രയും ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. കാരണം ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചുറ്റിനും ഒട്ടിച്ച് വരുമ്പോൾ തന്നെ ആ ഭാഗം മുഴുവനും നമുക്കത് ഡ്രൈ ആയി കിട്ടും. ഇനി ഇതിന് ഫാബ്രിക് പെയിൻ്റാണ് ഞാൻ എടുത്തേക്കണേ. ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ട് റെഡ് കളർ എടുത്തേക്കണം. അത് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം കേട്ടോ. ഗ്രീൻ, ഡാർക്ക് കളേഴ്സ് ആയിരിക്കും ഭംഗി വരുന്നത്. മെറൂൺ, ഡാർക്ക് ഗ്രീൻ, അങ്ങനെ എന്തെങ്കിലും കളേഴ്സ് എടുക്കാം. ഞാനിപ്പോൾ റെഡാണ് എടുത്തേക്കണേ. ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഗ്യാപ്പിലും എല്ലാം
ഒരു ശകലം പോലും പേപ്പർ കാണരുത്. നമ്മളതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നുവെച്ചാൽ ചുളുക്കി ഒട്ടിച്ചേക്കണമുണ്ട് കുറേ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പം ഇങ്ങനെ ചരിച്ചും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോട്ടിനെ തിരിച്ച് നോക്കിയിട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഫാബ്രിക് പെയിൻറ്റ്, ഇപ്പം ഞാൻ റെഡാണ് അടിച്ചു കൊടുക്കേണ്ടത്, റെഡ് അടിച്ചു കൊടുക്കുക. പിന്നെ 2 കോട്ട് അടിക്കേണ്ടി വരും. നമ്മൾ ഒരു കോട്ട് അടിച്ച് ഉണങ്ങിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ആയതുകൊണ്ട് എന്തായാലും 2 കോട്ട് നമുക്ക് വേണ്ടി വരും. ഒരു കോട്ടിൽ അത് കറക്റ്റായിട്ട് പെയിൻറ്റ് മുഴുവൻ കവർ ചെയ്യില്ല. അതിൻ്റെ ലെറ്റേഴ്സിൻ്റെ ഒക്കെ കുറച്ച് കളറ് ബ്ലാക്ക് ഒക്കെ വന്ന ഏരിയയിൽ അതുപോലെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ 2 കോട്ട് അടിച്ചു കൊടുക്കണം. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ചെയ്ത് ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് കോട്ട് അടിച്ചത് ഉണങ്ങിയിട്ടുണ്ടാവും. ഒരു കോട്ട് അടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് മുഴുവനായിട്ടും നമ്മൾ ഈ കളർ മാത്രമേ കൊടുക്കുന്നുള്ളൂ ഇതിന്. സെക്കൻഡ് കോട്ട് അടിക്കുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടിച്ചാൽ മതി. കാരണം നല്ലോണം ഉണങ്ങിയിട്ട് ഞാൻ അത്ര ഉണങ്ങിയിട്ടില്ല, ഞാനങ്ങനെ സെക്കൻഡ് കോട്ട് അടിച്ച് കൊടുക്കുകയാണ്. ഇതിങ്ങനെ വെച്ചാൽ തന്നെ ഭംഗിയാണ്. ഇതിന് നമ്മൾ വെറുതെ പെയിൻ്റ് അടിച്ചിട്ട് ക്ലിയർ വാർണിഷ് അടിച്ച് വെച്ചാലും അതിന് ഭംഗിയാണ്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു കുറച്ച് ഒന്ന് ഉണങ്ങിക്കോട്ടെ, ചെറുതായിട്ടൊന്ന് ഉണങ്ങിക്കോട്ടെ, വല്ലാണ്ട് ഡ്രൈ ആവുന്നില്ല. ഉണങ്ങി വരുമ്പോഴത്തേക്കും ഇത് ഫാബ്രിക് പെയിൻറ്റ് തന്നെ മെറ്റാലിക് ഗോൾഡാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇതിൻ്റെ മെറ്റാലിക് ഗോൾഡ്, കോപ്പർ, ബ്രോൺസ് എല്ലാം ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ഇഷ്ടമുള്ള പോലെ വേണമെങ്കിൽ ബ്രോൺസ് കൊടുക്കാം, അല്ലെങ്കിൽ കോപ്പർ അടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ ഗോൾഡ് ഇതും നമ്മൾ വിരലുകൊണ്ട് തന്നെ എടുക്കണം. വിരലുകൊണ്ട് തന്നെ എടുത്തില്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് അത്രയും ഭംഗി വരില്ല. വിരലുകൊണ്ട് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ തൂത്ത് കൊടുക്കാം. കുറച്ച് ഒന്ന് ചെറുതായിട്ട് ഡ്രൈ ആയിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പുറത്തേക്ക് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരിക്കും. അതിൻ്റെ ആ ഡ്രൈനെസ് കറക്റ്റായിട്ട് വരും. വെച്ചാൽ മുഴുവൻ ഉണങ്ങുകയില്ല, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനെ തൂത്ത് കൊടുക്കാം. വെച്ചാൽ മുഴുവനായിട്ട് ഉണങ്ങിയതിനേക്കാളും ഒരു ചെറിയൊരു അത് ഉണങ്ങണതിന് മുമ്പ് തന്നെ കൊടുക്കുമ്പോൾ കുറച്ച് അത് ബ്ലെൻഡായി കിട്ടുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും. അതുകൊണ്ടാണ് മുഴുവനായിട്ട് ഉണങ്ങാൻ നിൽക്കണ്ടെന്ന് പറയുന്നത്. ജസ്റ്റ് തൂത്ത് കൊടുത്തിട്ട് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ വർക്ക് ഇത്രേ വരുന്നുള്ളൂ. അപ്പോൾ പേപ്പർ ചുരുക്കി ഒട്ടിക്കുന്നതിന് മാത്രമേ നമുക്ക് സമയം എടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പെയിൻ്റ് അടിക്കുക 2 കോട്ട് അടിക്കണം. അത് കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ തന്നെ നമുക്ക് പുറകെ ചെയ്ത് ഒറ്റ ഇരിപ്പിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു വർക്കാണിത്. അപ്പോൾ തന്നെ പിന്നെ നമ്മൾ ഗോൾഡ് ടച്ച് ചെയ്ത് കൊടുത്ത് ഈ പറഞ്ഞ പോലെ ഇപ്പുറത്ത് എത്തി വരുമ്പോഴത്തേക്കും അതും ഡ്രൈ ആയിട്ടുണ്ടാവും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതിനോട് നമുക്ക് ക്ലിയർ വാർണിഷ് അടിച്ചെടുക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടിരിക്കുന്ന കോട്ടാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ വാർണിഷിൻ്റെ അടിച്ച് കഴിഞ്ഞാൽ ഇത് വർക്ക് കംപ്ലീറ്റ് ആയി. കാരണം ഇത് പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ക്ലിയർ വാർണിഷ് കൊടുക്കാം. പിന്നെ ഇതും പേപ്പറാണ്, നമുക്ക് വാഷ് ചെയ്യാം. കാരണം ഇപ്പോൾ ക്ലിയർ വാർണിഷ് അടിച്ച് കഴിയുമ്പോൾ പിന്നെ അതിനൊരു കുഴപ്പമില്ല. നന്നായിട്ട് ഉണങ്ങിയിട്ട് നമുക്കത് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ പൊടി പിടിക്കുമ്പോൾ നമുക്കത് വാഷ് ചെയ്തെടുക്കാം. പക്ഷെ വാർണിഷ് അടിച്ച് കഴിയുമ്പോഴാണ് അതിന് കുറച്ചും കൂടെ ഭംഗിയും വരുള്ളൂ. വാർണിഷ് ശരിക്കും ഒരു 2-3 കോട്ട് ഫസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അടിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അത് ഒരു ദിവസം വെച്ചിട്ട് വേണം അടുത്ത കോട്ട് അടിക്കാൻ. അങ്ങനെ ഒരു 3 ദിവസമായിട്ട് ഒരു 3 കോട്ട് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാരണം നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കും അത്. ഇതുപോലെ ഇരിക്കും ഫിനിഷിങ്, ഇതുപോലെ വരും വാർണിഷ് അടിച്ചിട്ടുണ്ടെങ്കിൽ. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം ഒരു ബുദ്ധിമുട്ടുമില്ല. പേപ്പർ ചുരുക്കി ഒട്ടിക്കുന്നത് അത് ചെയ്തു വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് വേറെ പ്രത്യേകിച്ച് നിന്നുള്ള പണികളൊന്നുമില്ല. പിന്നെ പെയിൻറ്റിങ് ആണ്. പെയിൻറ്റിങ് ആണെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക, 2 കോട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്, വെള്ളം കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം.